വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ക്യാച്ചപ്പ് വിത്ത് ആമിയിൽ മമ്മിയല്ലേ ഉള്ളൂ, ആമി എന്തിയെന്ന്? സി ആമി ഈസ് ഹിയർ ഓൾറെഡി. ഇന്ന് നമ്മളൊരു പ്രത്യേക ദിവസമാണ്. എന്ന് വെച്ചാൽ ആമിയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ മാസം. ആമിയും ഡാഡിയും നാട്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആമിയുടെ ബർത്ത്ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്ന്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആമി നാട്ടിലായിരുന്നു. അപ്പോൾ ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ ഒരു മാസത്തിൻ്റെ വ്യത്യാസക്കാരാണ്, കുറച്ച് വർഷത്തിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആമിയുടെയും മമ്മിയുടെയും ബർത്ത്ഡേ എന്തുകൊണ്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തുകൂടാ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി മിയ പാർക്കിൽ വന്നതാണ്. അതിൻ്റെ വിശേഷങ്ങൾ എന്നാ ഒരു വ്ളോഗിലൂടെ കാണിക്കാം. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വളരെ വലിയൊരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. എത്രത്തോളം ഫോട്ടോ കിട്ടിയെന്ന് ഒരു പിടുത്തമില്ല. അതിന് മാമൻ ഫോട്ടോ തന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. മാമനും ഡാഡിയുമായിരുന്നു ഫോട്ടോൻ്റെയും വീഡിയോൻ്റെ ഒക്കെ പുറകിൽ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ മാത്രമേ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ആമി ഒരു സൈഡിൽ ക്ഷീണിച്ചിരിക്കുവാണ്. ഞാനും ക്ഷീണിച്ചു, കാരണം ഭയങ്കര ചൂടാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചൊന്ന് സംസാരിക്കാം. ഞാൻ വളരെയധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്പു ജനിക്കുന്നത് 2022 ജൂൺ 20 വൈകുന്നേരം 5:30 മണിക്കാണ്. നീണ്ട 24 മണിക്കൂറത്തെ ലേബർ പെയിനും എല്ലാം കഴിഞ്ഞ് 24 മണിക്കൂർ എടുത്തു അവളൊന്ന് പുറത്ത് വരാൻ. എന്നിട്ടും സിസേറിയൻ ആയിരുന്നു. ദൈവം സഹായിച്ച ഒരു കുഴപ്പമില്ലാതെ ആമിനെ ഞങ്ങൾക്ക് വൈകുന്നേരം 5:30 ആയപ്പോൾ കിട്ടി. അന്ന് 2 വർഷം മുന്നേ ഒരു കുഞ്ഞിനെ പോലും എടുത്ത ഒരു എക്സ്പീരിയൻസ് എനിക്കില്ലായിരുന്നു. എനിക്ക് കുഞ്ഞു പിള്ളേരെ എടുക്കാൻ ഭയങ്കര പേടിയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്കെടുക്കുമ്പോൾ ഭയങ്കര ടൈനി അല്ലേ അവർ, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ കയ്യിൽ സിസ്റ്റർ കൊണ്ട് തന്ന്, അപ്പോൾ സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ കഴിഞ്ഞ് നമ്മളിങ്ങനെ കോട്ടിൽ കിടക്കുമ്പോൾ സിസ്റ്റർ കൊണ്ട് അടുത്ത് ട്രാൻസ്ഫർ ചെയ്യാണ്. OTയിൽ നിന്ന് വാർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആമിനെ അടുത്ത് കൊണ്ട് കിടത്തുക. എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടത്, ഈ കുഞ്ഞു മനുഷ്യനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആമി കരയാൻ തുടങ്ങി. ഐ വാസ് ലൈക്ക് ഒന്ന് കരയണ്ട ഐ വാസ് ടാപ്പിംഗ് ഹെർ. ഒരു കുഞ്ഞു മനുഷ്യനെ ആദ്യമായിട്ട് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷനിൽ നിന്ന ഒരു അമ്മയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഓരോന്ന് പഠിച്ചു. മൈ ഹസ്ബൻഡ് വാസ് ദെയർ അറ്റ് ഓൾ ദ ടൈം ടു സപ്പോർട്ട് മീ. ഹി വാസ് ദ ഗ്രേറ്റ് സപ്പോർട്ട് ഓൾ ദ ടൈം. അങ്ങനെ ഓരോ സ്റ്റെപ്പും അവളെ എടുക്കാൻ പഠിച്ചു, അവളെ ഫീഡ് ചെയ്യാൻ പഠിച്ചു, അവളെ കുളിപ്പിക്കാൻ പഠിച്ചു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കഴിഞ്ഞു പോയി. അവൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി, അവൾ നടക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അവൾ നടക്കാൻ തുടങ്ങിയത്. ഞാനെൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവൾ പൊന്നിയിൻ സെൽവൻ കാണാൻ തിയേറ്ററിൽ പോയി. ആമിനെ കൊണ്ടാണ് പോയത്. അമ്പു വന്ന് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു സമയം അമ്പു അവിടെ ഇരുന്നിട്ട് അപ്പുറത്തെ സീറ്റുകാരെയും ഇപ്പുറത്തെ സീറ്റുകാരെയും എല്ലാവരെയും ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരും ഞങ്ങളിങ്ങനെ നോക്കാൻ തുടങ്ങി. അവസാനം ഡാഡി അമ്പും പുറത്ത് വെയിറ്റ് ചെയ്തു. ഞാൻ മാത്രം സിനിമ കണ്ടു പൊന്നിയിൻ സെൽവൻ കഴിഞ്ഞ്. അപ്പോൾ ഈ ക്ഷീണം കാരണം ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നു. ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് ആമി ഇങ്ങനെ നടക്കുന്നത് കണ്ടു. ഓൾ ഓഫ് സഡൻ പെട്ടെന്ന് ആമി ഒരു മോപ്പ് എടുത്ത് ആമി നടക്കുക. മോപ്പ് അവൾ ബാലൻസ് ചെയ്യാൻ ഉപയോഗിച്ചായിരിക്കാം, പക്ഷെ അങ്ങനെയാണ് ആമി ആദ്യമായിട്ട് നടക്കുന്നത്. അന്ന് ഓടാൻ തുടങ്ങിയതാണ് അവളുടെ പുറകെ. ഇതുവരെ ഞങ്ങളുടെ ഓട്ടം തീർന്നിട്ടില്ല. ഇപ്പോഴും അവൾ അഗ്രസീവായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ആമി വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ദിവസം അയച്ച് 2 വയസ്സായി, ഒരു കുഴപ്പമില്ല. അവൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഓരോ വേർഡ്സൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവൾ അവളുടേതായ ഭാഷയിൽ എന്തൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട് മനസ്സിലാക്കാൻ. പക്ഷേ ഷീ ഈസ് വെരി ആക്റ്റീവ്, ഷീ ഈസ് വെരി എനർജറ്റിക്.
ഇപ്പം 2 വയസ്സിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾക്ക് കുറേ പ്ലാനുകളുണ്ടായിരുന്നു. ബർത്ത്ഡേ ആഘോഷിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാര്യങ്ങളായിട്ട് ആമിയും ഡാഡി നാട്ടിൽ പോകേണ്ടി വന്നു. അങ്ങനെ ബർത്ത്ഡേ ആമി നാട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ ഒരു അപ്പം എൻ്റെ ബർത്ത്ഡേ ജൂലൈയിലാണ്, ആമിയുടെ ബർത്ത്ഡേ ജൂണിലാണ്. സോ 1 month ഡിഫറൻസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് ഒരുമിച്ച് ചെയ്തുകൂടാ, ഒരു ഷൂട്ട് പോലെ. അങ്ങനെ ഷൂട്ടിനാണ് ആക്ച്വലി ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഇതൊരു വ്ളോഗ് ആക്കണം എന്നൊരു പ്ലാൻ ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് എല്ലാവരും ടയർഡായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഐ തോട്ട് ഐ ഷുഡ് ടോക്ക് സംതിങ്. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ എല്ലാവരും പഴയ കാര്യങ്ങളിങ്ങനെ ഓർത്തെടുത്തിരുന്നപ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് മെമ്മറി. 2 വർഷം അതായത് അമീനെ പ്രഗ്നൻ്റായി അത് തൊട്ടുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ ഓർത്തെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോസൊന്നും അധികം ഇട്ടിട്ടില്ല, സമയമില്ലായിരുന്നു. എല്ലാവരും ഓരോരോ തിരക്കിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം ഇതിനകത്ത് ആമിയുടെ ഒറിജിനൽ പേര് അമീലിയ എന്നാണ്, അമീലിയ റിച്ചി. ഞങ്ങൾ ആമിന്ന് വിളിക്കും, അമ്പൂന്ന് വിളിക്കും. അപ്പോൾ ആമിയുടെ കുറച്ച് വിശേഷങ്ങളും ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും ഇങ്ങനെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിനകത്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാച്ചപ്പ് വിത്ത് ആമി. പിന്നെ ഖത്തറിലെ കുറച്ച് വിശേഷങ്ങളും ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഖത്തറിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ടു ക്യാച്ചപ്പ് വിത്ത് ആമി. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ എല്ലാവരുമായിട്ട് ഒന്നുകൂടെ കാണാം. ബൈ ബൈ.